മറ്റുള്ളവരെ നിന്ദിക്കുന്നതിലും പുച്ഛിക്കുന്നതിലും പരിഹസിക്കുന്നതിലും ചിലരൊക്കെ ചില സമയങ്ങളിൽ മുൻപന്തിയിലാണ്. മുൻപിൽ കാണുന്ന വ്യക്തിത്വങ്ങളുടെ ഉയർച്ചയും നന്മയും പലപ്പോഴും പലർക്കും ഉൾക്കൊള്ളാതെ വരുമ്പോൾ പുച്ഛമായ നിലയിൽ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുന്നത് സർവ്വസാധാരണമാണ്. ഒരിക്കലൊരു കഥ വായിച്ചതായി ഇങ്ങനെ ഓർക്കുന്നു. ആ ഡിസംബറിലെ തണുപ്പുള്ള നല്ല രാത്രിയിൽ മാലാഖമാർ ഒരു ദൂത് ഉറങ്ങിക്കിടന്ന ആട്ടിടയന്മാരെ അറിയിച്ചു. യേശുക്രിസ്തു എന്ന രക്ഷിതാവ് ബേത്ലഹേമിൽ മനുഷ്യനായി ജനിച്ചു എന്ന. ആ കേട്ട വാർത്തയിൽ അവർക്ക് സന്തോഷം തോന്നുകയും ആ ശിശുവായ യേശുവിനെ ഗോശാലയിൽ പോയി കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ അവർ യാത്രയായി. അപ്പോൾ ആ സ്ഥലത്തുണ്ടായിരുന്ന കുറച്ച് ആടുകൾക്കും മറ്റു ചില മൃഗങ്ങൾക്കും ആ യേശു ആരാണ് എന്ന് കാണുവാൻ ഒരു മോഹം. എല്ലാവരും മലയിറങ്ങുകയാണ്. ആ 3 പേരെ പിൻഗമിച്ചുകൊണ്ട് ആ ആട്ടിൻകൂട്ടവും കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളും അവരോടൊപ്പം ആ മലയിറങ്ങി യാത്ര തുടർന്നു. അങ്ങനെ നക്ഷത്രത്തെ പിന്തുടർന്ന് ആ പുൽക്കൂടിൻ്റെ അല്ലെങ്കിൽ ആ പുൽത്തൊട്ടിയുടെ അടുത്ത് അവർ എത്തിച്ചേർന്നു. ആ ശിശുവിനെ കാണാൻ വന്ന 3 പേർ ഇടയന്മാർ പൊന്നും മോരും കുന്തിരിക്കവും ഒക്കെ വെച്ച് വണങ്ങി യേശുവിൻ്റെ അമ്മ മറിയയോടും ജോസഫിനോടും ചേർന്ന് സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആ യേശുവിനെ കാണാൻ അവരെ പിൻഗമിച്ചു വന്ന മൃഗങ്ങൾ ഉന്തും തള്ളും നടത്തി. യേശുവിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് എല്ലാ മൃഗങ്ങൾക്കും അത്ഭുതവും സന്തോഷവും തോന്നി. അവർ ഓരോ അഭിപ്രായങ്ങൾ തമ്മിൽ പറഞ്ഞു. അവൻ്റെ ആ സൗന്ദര്യം, കൈകാലുകൾ കിട്ടുള്ള അടി, ആ പുഞ്ചിരി, ആ മുഖത്തെ തേജസ്, ഇതിനെയൊക്കെ അവർ വാഴ്ത്തി വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അപ്പൻ്റെ നിൽപ്പ്, അമ്മയുടെ ഇരിപ്പ്, ആ ഗോശാലയെക്കുറിച്ചുള്ളതായ വർണ്ണന, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മൃഗങ്ങളോട് കൂടെ വന്ന ഒരു 2-3 കുഞ്ഞ് മൃഗങ്ങൾ ഒരത്ഭുതവും തോന്നാതെ അവിടെ കണ്ട ചെളിയിലും ചപ്പിലും ചവറിലുമൊക്കെ കിടന്ന് കളിക്കുകയാണ്. അത് ആസ്വദിക്കുകയാണ്. ആ തൊഴുത്തിൻ്റെ ആ ദുർഗന്ധമൊക്കെ അവർ വളരെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതിലൊക്കെയോ ചെന്ന് തലയിടുകയും നക്കി തിന്നുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോഴും കൂട്ടുമൃഗങ്ങൾ ഈ ശിശുവിനെ പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ വാഴ്ത്തി സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഈ ചെളിയിൽ കിടന്നുള്ളുന്ന ഈ കുഞ്ഞു മൃഗങ്ങളോട് മറ്റുള്ളവർ ചോദിച്ചു, നിനക്ക് ഇതിൽ അത്ഭുതവും സന്തോഷവും ഒന്നുമില്ലേ? ആ ശിശുവിനെ നിനക്ക് കാണണ്ടേ? പുച്ഛത്തോടും പരിഹാസത്തോടും ആ കുഞ്ഞു മൃഗങ്ങൾ പറയുകയാണ്, ഓ, ഏത് ശിശു, എന്ത് ശിശു, എവിടുത്തെ ശിശു, എന്ത് ശോഭ, ഓ, ഇതൊക്കെ ഞങ്ങൾ കുറേ കണ്ടതല്ലേ, അത് ആ തച്ചൻ്റെയൊക്കെ മകനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചെളിയും ചാണകവും വൈക്കോലുമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. ഉടനെ കൂട്ടത്തിലുള്ള 1-2 ആട്ടിൻകുട്ടികൾ ഇങ്ങനൊരു കമൻ്റ് പറഞ്ഞു, നീ അല്ലേലും ആ ചെളി കണ്ടാൽ അതിൽ ചാടുന്ന സ്വഭാവമല്ലേ നിൻ്റെ ഗോത്രത്തിലുള്ളവർക്ക്, അതുകൊണ്ട് ഞങ്ങൾക്കതിൽ അതിശയം ഒന്നുമില്ല. നീ എപ്പോഴും നോക്കുന്നത് ചെളിയും ചാണകവും അതുപോലെ ദുർഗന്ധം വമിക്കുന്ന കാര്യവുമൊക്കെ അല്ലേ നിനക്ക് കാണുവാനും കേൾക്കുവാനും പറയുവാനും ഒക്കെ ഉള്ളൂ. ശിശുവിനെ കണ്ട സന്തോഷവുമായി
എല്ലാ മൃഗങ്ങളും തിരികെ പോകുമ്പോൾ കുറേ പിറകിലായി വളരെ അസൂയയോടും വളരെ ഭാരത്തോടും വളരെ ദുഃഖത്തോടും ആ കുഞ്ഞു മൃഗങ്ങളും മല കയറി. നമ്മിൽ പലരും ഇതുതന്നെയല്ലേ? നമ്മുടെ അവസ്ഥയും ഇതുതന്നെയല്ലേ? മനോഭാവം ഒരു ശക്തിയാണ്, അതൊരു വികാരമാണ്, അത് ഒരു നന്മയാണ്. ആ മനോഭാവം നന്മയായി തീരുമ്പോഴാണ് സാധുക്കൾക്ക് ഉണ്ടാകുന്ന ചില നന്മകളിൽ നമുക്ക് സന്തോഷിക്കുവാനും നമുക്ക് അവരോടൊപ്പം പങ്കുചേരുവാനും നമുക്ക് ഇടയാകുകയുള്ളൂ. അല്ലാത്തവർക്കൊക്കെ എപ്പോഴും എന്ത് കണ്ടാലും കുറ്റവും കുറവും പരിഹാസവും തന്നെ ആയിരിക്കും. അവർ എവിടെ ചെന്നാലും അതങ്ങനെ തന്നെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് നമ്മുടെ മനോഭാവത്തിൻ്റെ അവസ്ഥകൾ മാറട്ടെ. മറ്റൊരാളെ പുച്ഛിക്കുന്നതാകാതിരിക്കട്ടെ നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും. നാം എവിടെയായിരുന്നാലും എവിടെ ചെന്നാലും ആരോടൊപ്പമായിരുന്നാലും മറ്റുള്ളവരുടെ നന്മയിൽ പ്രശംസിപ്പാനും സന്തോഷിപ്പാനും സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭ ദിനം കൂടി ഞാൻ നേരുന്നു. ഗോഡ് മേ ബ്ലെസ് യു ഓൾ.